അപ്പൊ ഗൈസ് നമ്മളിപ്പോ കപ്പോളി എന്നൊരു നല്ലൊരു സ്ഥലത്താണുള്ളത്. നല്ല ഭംഗിയായ സുന്ദരമായ സ്ഥലത്ത്. നമ്മളിപ്പോ ഒരു ഫ്ലാറ്റിലാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മളിപ്പോ ടോപ്പ് ഫ്ലോറിലാണുള്ളത്. അപ്പൊ ഇവിടെ കൊറേ മലകളൊക്കെ ഉണ്ട് ഗൈസ്. മലകളും വീടുകളും ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അവിടെയാണ് അയ്യപ്പന്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഗൈസ്. പിന്നെ അപ്പുറത്തന്നെ ഒരു ഗഗൻഗിരി. നമ്മൾ അയ്യപ്പന്റെ അമ്പലത്തിലൊക്കെ പോയി. പിന്നെ അതിന്റെ കുറച്ച് അങ്ങോട്ടാണ് ഗഗൻഗിരി. ആ കുന്നിന്റെ മുകളിലാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആരുടെയും. അയ്യപ്പന്റെ അമ്പലത്തിൽ പോയപ്പോൾ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. നിങ്ങൾ വിചാരിക്കും ഗഗൻഗിരി എന്ന് വെച്ചാ നമ്മളെ വീട്ടിൽ നമ്മളെ അങ്ങോട്ടുള്ള ഗംഗാട്ടനാണെന്ന്. നമ്മളൊക്കെ ഒരു ഗംഗാട്ടുണ്ട്, അവരാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ഗഗൻഗിരി. ഗഗൻഗിരി എന്ന പേരുള്ള ഒരു സന്യാസിയാണ് ഗൈസ് അത്. അപ്പൊ സ്വന്തം അവിടെ ഒരു ഗുഹേന്റെ ഉള്ളിലാണ് ഈ ഒരു പ്രതിമയൊക്കെ ഉണ്ട് ഗഗൻഗിരിയുടെ. അതെ, തപസ് ചെയ്യുന്നൊരു പ്രതിമ. തപസ് ചെയ്യുന്നൊരു ചിത്രത്തിലുള്ള പ്രതിമയാണ്. അപ്പൊ ഗൈസ് നമ്മള് ആ ഗുഹ കഷ്ടപ്പെട്ട് ഗഗൻഗിരി തുരന്നുണ്ടാക്കിയ ഗുഹയാണത്. അപ്പൊ അതിന്റെ ഗുഹയുടെ ഉള്ളില് ജീവനുള്ള ഒരു ശില്പം കണക്കെയുള്ള ഒരു പ്രതിമയുണ്ട്, ജീവനുള്ള പോലത്തെ ഗഗൻഗിരിയുടെ. അപ്പൊ അത് കണ്ടാൽ ശരിക്കും ജീവനുള്ള കണക്കെ തോന്നും. അപ്പൊ നമുക്ക് അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബാക്കിയുള്ളവരും നമ്മളെ വരാനും അവർക്ക് പറ്റിയില്ല. നമ്മൾക്ക് ഭാഗ്യമുണ്ടെന്നാണ് കുറച്ചെല്ലാം. അപ്പൊ ഗൈസ് ഇവിടെ തെച്ച് നല്ല കാട് അതൊക്കെ കാണുമ്പോ ഭയങ്കര രസമാണ്. നമ്മളിപ്പോ ഈ ഫ്ലാറ്റിന്റെ മുകളിൽ കേറിച്ചല്ലേ. കുറച്ച് കുന്നിന്റെ മുകളിലാണ് കണ്ടാല എന്ന് പേരുള്ള ഒരു സ്ഥലം. എല്ലാരും വിചാരിക്കുന്നുണ്ടാവും കണ്ടാലോന്ന്, പക്ഷെ കണ്ടാലയാണ്. കണ്ടാല എന്നൊരു സ്ഥലമാണ് ഗൈസ് അത്. അപ്പൊ അവിടെയാണ് അവിടെ ടൈഗർ കേവ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഗൈസ്. നമ്മള് അതൊന്നും കണ്ടില്ല. പക്ഷെ പിന്നെ അപ്പൊ ഗൈസ് നമ്മള് ഫോണും എടുക്കാൻ പറ്റിയില്ല, നമുക്ക് ചാർജ് എല്ലാം തീർന്നുകൊണ്ട്. അപ്പൊ ഗൈസ് നമ്മള് കൊറേ ഇങ്ങനെ കണ്ടു. കൊറേ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുക. നല്ല സ്ഥലമാണ് ഗൈസ്, നിങ്ങൾ എന്തായാലും വരേണ്ടതാണ്. പിന്നെ അവിടെ തന്നെ ലോണോവാല എന്ന സ്ഥലം. അവിടെ ലോണവാലേന്റെ ഉള്ളിൽ പോയാൽ കൊറേ കാണാനുണ്ട്. നമുക്ക് വലിയൊരു പുഴയൊക്കെ ബോട്ടിങ് അങ്ങനെയൊക്കെ കാണാൻ കഴിയും. റെയിൻബോ മഴവിലൊക്കെ കാണാൻ കഴിയും നമുക്ക്. പിന്നെ കൊറേ ഫോട്ടോസ് എല്ലാം എടുക്കാം. അവിടെ തന്നെ ഇങ്ങനെ കൊറേ ചുറ്റി കറങ്ങിയിട്ടൊക്കെ നമുക്ക് വരെ ഒരിക്കലും മടുക്കില്ല നമ്മള്. പിന്നെ അയ്യപ്പന്റെ ഇപ്പൊ പറഞ്ഞ അയ്യപ്പന്റെ അമ്പലത്തിൽ പോയാലും നമുക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നായിരുന്നു. നിങ്ങളെല്ലാരും വിചാരിക്കും ഇത് മലയാളികളുടെ സ്ഥലമാണ്, പക്ഷെ ഹിന്ദിക്കാരുടെ സ്ഥലമാണ്. ഇവിടെ അധികം ഹിന്ദിക്കാരാണ് ഗൈസ് ഉള്ളത്. അപ്പൊ നമ്മളോട് ഹിന്ദി വെച്ചാൽ നമുക്ക് അതൊന്നും അറിയില്ല ഗൈസ്. അതെ, നമുക്ക് ആകെ അറിയുന്നത് കിത്തിനാണ്. അതെ, അതെന്ന് വെച്ചാൽ എത്ര. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും വരും ഗൈസ്. അതെ, അപ്പൊ സൈഡിൽ കാണുന്ന തംസപ്പ് നീല കളർ, വെള്ള കളർ തംസപ്പ് നീല കളർ ആക്കേണ്ടത്. പിന്നെ അവിടത്തെ മണി ബെൽബട്ടൺ ഞെക്കി പൊട്ടിക്കണതാണ് ഗൈസ്. പിന്നെ നമ്മുടെ ചാനലിന്റെ പേര് TK വ്ളോഗ്സ് എന്നാണ്. അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തക്കുന്നും ഒരു ബ്ലോഗിലുണ്ട്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.